ഒടുവിൽ ഭയന്ന ഇന്ത്യയുടെ കാലി പിടിക്കുകയാണ് ബംഗ്ലാദേശ്. ട്രംപ് മോദി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ത്യയെ ഭയക്കുകയാണ് ബംഗ്ലാദേശ് ഭരണകൂടം. ബംഗ്ലാദേശിനെതിരെയുള്ള എല്ലാ നടപടികൾക്കും ട്രംപിൻ്റെ പൂർണ്ണ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് യൂനിസ് സർക്കാർ ഇന്ത്യയുടെ കാല് പിടിക്കുന്നത്. അദാനി പവർ കോർപ്പറേഷൻ പണിമുടക്കിയതോടുകൂടി ആകെ ഇരുട്ടിലായിരിക്കുന്നു ബംഗ്ലാദേശ് എന്ന രാജ്യം. ബംഗ്ലാദേശിലെ ഭൂരിഭാഗം വൈദ്യുതിയും സപ്ലൈ ചെയ്യുന്നത് അദാനി പവർ കോർപ്പറേഷനാണ്. അദാനി പവർ കോർപ്പറേഷൻ നൽകാനുള്ളത് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ്. അതുകൊണ്ട് തന്നെ അദാനി പവർ കോർപ്പറേഷൻ ഇപ്പോൾ പവർ സപ്ലൈ ബംഗ്ലാദേശിൽ ചെയ്യുന്നില്ല. മാത്രവുമല്ല, ഇന്ത്യയോട് കൊമ്പ് കോർത്ത, ഇന്ത്യയെ വെല്ലുവിളിച്ച നരേന്ദ്രമോദി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി വലിയ വായിൽ വീമ്പ് പറഞ്ഞ ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ഇനി വൈദ്യുതി നൽകില്ല എന്ന് അദാനി കോർപ്പറേഷൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതൊക്കെ നടക്കുമ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ബംഗ്ലാദേശിലെ ഭരണകൂടം, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ഭരണകൂടം, ഇസ്ലാമിക ഭീകരന്മാർ നിയന്ത്രിക്കുന്ന ഭരണകൂടം, അത് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന, പ്രത്യേകിച്ച് ഹിന്ദുക്കളായിട്ടുള്ള സന്യാസിമാരോട്, ബുദ്ധഭിക്ഷുക്കളോട്, ക്രൈസ്തവരോട് കാണിക്കുന്ന അനീതിയും വംശഹത്യയും മതവെറിയും ഒക്കെ തന്നെ ലോകം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായൊരു ബ്രീഫ്, ഒരു സംക്ഷിപ്തം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനോട് വ്യക്തമാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബംഗ്ലാദേശിന് കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ അമേരിക്ക നൽകിയിരുന്നു. നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന മതന്യൂനപക്ഷങ്ങളോടുള്ള ആ അനീതി അവസാനിപ്പിക്കുക. പ്രത്യേകിച്ച് മുസ്ലിം ഇതര മതവിഭാഗങ്ങളോട് നിങ്ങളുടെ രാജ്യത്ത് നടത്തുന്ന വലിയ കടുത്ത അനീതി, ആ അനീതി നിങ്ങൾ നിയന്ത്രിക്കുക, ഇല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇടപെടേണ്ടി വരുമെന്ന് വരെ അമേരിക്ക വ്യക്തമാക്കി. എന്നാൽ കാര്യങ്ങൾ അതിനപ്പുറം കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ ഏത് നടപടിക്കും ഇന്ത്യക്കുള്ള അനുമതി ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം ഞങ്ങൾ നൽകുന്നു, ബംഗ്ലാദേശിനെ കയറി അടിക്കൂ എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയോട് വ്യക്തമാക്കിയിരിക്കുന്നതെന്ന വാർത്തകൾ പുറത്തു വരികയാണ്. അതിന് പിന്നാലെ ഭയപ്പെട്ട് ഇന്ത്യയുടെ കാല് പിടിക്കുകയാണ് മുഹമ്മദ് യൂനിസ് സർക്കാർ. ഇടക്കാല സർക്കാരിൻ്റെ നേതാവായി മുഹമ്മദ് യൂനിസിനെ നിയമിച്ചത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളാണ്. ഒരു നൊബേൽ സമ്മാന ജേതാവ് എന്ന നിലയ്ക്ക് മുഹമ്മദ് യൂനിസിന് ബംഗ്ലാദേശിലെ അരാഷ്ട്രീയവൽക്കരണത്തെ അല്ലെങ്കിൽ ആഭ്യന്തര കലഹത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ കണക്ക് കൂട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് യൂനിസ് സർക്കാരിനെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണച്ചത്. എന്നാൽ സംഭവിച്ചത് നേർവിപരീതമായിട്ടാണ്. നേരത്തെയുള്ള മത സർക്കാരിനേക്കാൾ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിച്ച സർക്കാരിനേക്കാൾ കൊടും ക്രൂരതകളാണ് മുഹമ്മദ് യൂനിസ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ബംഗ്ലാദേശിലുണ്ടായത്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടമായിരുന്നു ബംഗ്ലാദേശിൽ അതിനുശേഷം കണ്ടത്. ഹൈന്ദവ ജനതയെ ഒന്നടങ്കം ആക്രമിച്ചു. ഹിന്ദു ഭിക്ഷുക്കൾക്ക്, പ്രത്യേകിച്ച് സന്യാസിമാർക്ക് നേരെ ആക്രമണമുണ്ടായി. ക്രൈസ്തവ അതുപോലെ തന്നെ ബുദ്ധമതക്കാരെ വേട്ടയാടി, വംശഹത്യ നടത്തി. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധമതക്കാരെയും തെരുവുകളിൽ വേട്ടയാടി, സ്ത്രീകളെ വേട്ടയാടി, പ്രായമേറിയവരെന്നോ ചെറിയ കുട്ടികളെന്നുള്ള ഭേദമില്ലാതെ ബലാത്സംഗം ചെയ്തു, തെരുവുകളിലിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തി. അങ്ങനെ അതിക്രൂരമായ ഇടപെടലുകളാണ്, അതിക്രൂരമായ പൈശാചിക കൃത്യങ്ങളാണ് ഹൈന്ദവർക്ക് നേരെയും ക്രൈസ്തവർക്ക് നേരെയും ബുദ്ധമതക്കാർക്ക് നേരെയും കഴിഞ്ഞ കാലങ്ങളിൽ ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. ഇതിന് പിന്നാലെ ഇന്ത്യൻ ഭരണകൂടം ഉണർന്നെണീറ്റു. ഇന്ത്യ ശക്തമായ താക്കീത് ബംഗ്ലാദേശിന് നൽകി. അതുമാത്രവുമല്ല, അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾക്ക് ഇന്ത്യ പരിശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിയാഞ്ഞിട്ടല്ല. ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് നേരെ ഒരു യുദ്ധപ്രഖ്യാപനം വേണമെങ്കിൽ ഇന്ത്യക്ക് വളരെ നിഷ്പ്രയാസമായി നടത്താം. ഇന്ത്യയുടെ സൈനിക ശേഷിയുടെ മുന്നിൽ ബംഗ്ലാദേശ് ഒന്നുമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ബംഗ്ലാദേശിനെ യുദ്ധത്തിലൂടെ ആക്രമിച്ച് നശിപ്പിക്കുകയല്ല ഇന്ത്യയുടെ ലക്ഷ്യം. മറിച്ച് ബംഗ്ലാദേശിൽ നടക്കുന്ന മാനുഷിക പരിഗണനയില്ലാത്ത അരാഷ്ട്രീയ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ വലിയ സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ പാർലമെൻറ്റിൽ തന്നെ ബംഗ്ലാദേശിലെ വിഷയങ്ങൾ ചർച്ച ചെയ്തു.
ഒടുവിൽ ബംഗ്ലാദേശിന് മേൽ വലിയ ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിലും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായത് ഈ ബംഗ്ലാദേശിലെ ഇത്തരം നടപടികളായിരുന്നു. ഒടുവിൽ ഇന്ത്യക്ക് പരിപൂർണ സ്വാതന്ത്ര്യം അമേരിക്ക നൽകിയിരിക്കുന്നു. ബംഗ്ലാദേശിലെ ഇത്തരം വംശഹത്യക്കെതിരെ, ഹൈന്ദവ വേട്ടയ്ക്കെതിരെ അതിശക്തമായ ഇടപെടലിനുള്ള നിർദ്ദേശം ഇന്ത്യക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യക്ക് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതോടുകൂടി അപകടം മണത്തുകൊണ്ട്, അപകടം ഭയന്നുകൊണ്ട് ഇന്ത്യയുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുകയാണ് ബംഗ്ലാദേശ്. ഇന്ത്യയോട് കൈകൂപ്പി മാപ്പപേക്ഷിക്കുകയാണ് ബംഗ്ലാദേശിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസ്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരന്മാർ ഇന്ത്യക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണാമം നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയോട് മാപ്പപേക്ഷിച്ച് താണുകേണ് ഇന്ത്യയോട് മാപ്പിരക്കുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം. ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ ഏത് നടപടിക്കും ഇന്ത്യക്കുള്ള അനുമതി ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം ഞങ്ങൾ നൽകുന്നു, ബംഗ്ലാദേശിനെ കയറി അടിക്കൂ എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയോട് വ്യക്തമാക്കിയിരിക്കുന്നതെന്ന വാർത്തകൾ പുറത്തു വരികയാണ്. അതിന് പിന്നാലെ ഭയപ്പെട്ട് ഇന്ത്യയുടെ കാല് പിടിക്കുകയാണ് മുഹമ്മദ് യൂനിസ് സർക്കാർ. ഇടക്കാല സർക്കാരിൻ്റെ നേതാവായി മുഹമ്മദ് യൂനിസിനെ നിയമിച്ചത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളാണ്. ഒരു നൊബേൽ സമ്മാന ജേതാവ് എന്ന നിലയ്ക്ക് മുഹമ്മദ് യൂനിസിന് ബംഗ്ലാദേശിലെ അരാഷ്ട്രീയവൽക്കരണത്തെ അല്ലെങ്കിൽ ആഭ്യന്തര കലഹത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ കണക്ക് കൂട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് യൂനിസ് സർക്കാരിനെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണച്ചത്. എന്നാൽ സംഭവിച്ചത് നേർവിപരീതമായിട്ടാണ്. നേരത്തെയുള്ള മത സർക്കാരിനേക്കാൾ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിച്ച സർക്കാരിനേക്കാൾ കൊടും ക്രൂരതകളാണ് മുഹമ്മദ് യൂനിസ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ബംഗ്ലാദേശിലുണ്ടായത്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടമായിരുന്നു ബംഗ്ലാദേശിൽ അതിനുശേഷം കണ്ടത്. ഹൈന്ദവ ജനതയെ ഒന്നടങ്കം ആക്രമിച്ചു. ഹിന്ദു ഭിക്ഷുക്കൾക്ക്, പ്രത്യേകിച്ച് സന്യാസിമാർക്ക് നേരെ ആക്രമണമുണ്ടായി. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ബംഗ്ലാദേശിലെ ഭരണകൂടം, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ഭരണകൂടം, ഇസ്ലാമിക ഭീകരന്മാർ നിയന്ത്രിക്കുന്ന ഭരണകൂടം, അത് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന, പ്രത്യേകിച്ച് ഹിന്ദുക്കളായിട്ടുള്ള സന്യാസിമാരോട്, ബുദ്ധഭിക്ഷുക്കളോട്, ക്രൈസ്തവരോട് കാണിക്കുന്ന അനീതിയും വംശഹത്യയും മതവെറിയും ഒക്കെ തന്നെ ലോകം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്.